സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ ലഹരി ഉപയോഗിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന PODA അഥവാ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ജീവനക്കാർ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് സത്യവാങ്മൂലം നൽകണം. മുടി, നഖം എന്നിവ പരിശോധിച്ചാകും ലഹരി ഉപയോഗം കണ്ടെത്തുക. സ്വകാര്യ മേഖലയിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കേരള പോലീസ് ആവിഷ്കരിച്ച PODA പോഡ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ദക്ഷിണ മേഖല IG-യുമായ ശ്യാം സുന്ദർ വിഭാവനം ചെയ്ത നൂതന പദ്ധതി IT സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളുടെ ജീവനക്കാർക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസ് കാലയളവിലോ തങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് ജീവനക്കാർ പ്രത്യേക സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. ജീവനക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുവാൻ മുടി, നഖം എന്നിവ ശേഖരിക്കുവാനുള്ള പരിശോധനാ രീതിയാണ് അവലംബിക്കുന്നത്. രക്തം, മൂത്രം എന്നിവ വഴിയുള്ള പരിശോധനകൾ കൂടുതൽ കാലയളവിലെ ലഹരി ഉപയോഗങ്ങൾ കണ്ടെത്തുവാൻ മുടി പരിശോധനയിലൂടെ സാധ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പരിശോധനയിൽ ലഹരി ഉപയോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ അത്തരം ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കമ്പനികൾക്ക് അധികാരം നൽകുന്നതാണ് ഈ നയം. നിലവിൽ ഇൻഫോപാർക്ക് പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി വ്യാപിപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമാക്കുന്നത്. ലഹരി മുക്തമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും യുവതലമുറയെ വഴിതെറ്റുന്ന മാഫിയകളിൽ നിന്ന് തടയിടുവാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് IG ശ്യാം സുന്ദർ വ്യക്തമാക്കുന്നത്.